നമുക്ക് എലിപ്സിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കോൺഫിഡൻ്റ് ആവും. എലിപ്സിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ നമുക്ക്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാർച്ച് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിപ്പോൾ നമ്മൾ റീസെൻ്റ് അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ, അത് എളുപ്പമായിരുന്നു, നമുക്ക് ചെയ്യാം. An ellipse has its foci. An ellipse has its foci. Foci points ഏതൊക്കെയാണ് നോക്കാം. ±40 and vertices ±50. First, find length of minor axis. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് അനുസരിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ എന്താണോ തന്ന അതിൻ്റെ വേണ്ട ടേംസ് എഴുതിയതിന് ശേഷം ഒരു ക്വസ്റ്റ്യനെ എന്താണ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? എക്സെൻട്രിസിറ്റി. ഇതിനെല്ലാം കൂടെ 3 മാർക്ക് പറഞ്ഞിട്ടുണ്ട്, 3 മാർക്സ്. Then second question, write the equation. ഇതാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളൂ എന്താ? ഫോസി തന്നിട്ടുണ്ട്, ±40. വെർട്ടിസസ് തന്നിട്ടുണ്ട്, ±50. ഇത് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. രണ്ടിലും എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. വൈ കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ നമ്മുടെ മേജർ ആക്സിസ് ഏതാ? എക്സ് കോർഡിനേറ്റ് മാത്രമുള്ള മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂസും വൈ എല്ലാം 0. അതായത് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താ? y = 0 എന്നല്ലേ? y 0 വരുമ്പോഴത്തേക്കും അത് എക്സ് ആക്സിസാണ്. അപ്പോൾ y 0 ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിസാണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസും ഫോസിയയും വെർട്ടിസസും ഉൾപ്പെടുന്ന ആക്സിസും മേജർ ആക്സിസാണ്. അത് ഇവിടെ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? a² / a² + y² = 1 ആൻഡ് ഇത്രയും നിർത്തിക്കളയല്ല കേട്ടോ. a is greater than b. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ABC. The length of minor axis ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് B അല്ലേ? അപ്പം A ഉണ്ട് ഇവിടെ. എത്രയാ? വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ് ആണ് എയുടെ വാല്യൂ, ഇറ്റ് ഈസ് 5. C ഉണ്ട് ഇവിടെ. എത്രയാ? അതായത് ഫോക്കസിൻ്റെ കോർഡിനേറ്റ് ആണ് C, ദാറ്റ് ഇറ്റ് ഈസ് 4. അപ്പം B എങ്ങനെ കണ്ടുപിടിക്കും? B² = A² - C², that is 25². 25 - 16 gives 9. അപ്പോൾ B is equal to 3. Length of minor axis എത്രയാ? Minor axis 2B, that is 2 × 3 gives 6. ആൻസർ ആയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോയിന്റിൻ്റെ ആൻസർ ആയി. ഇനി ലാക്ടസ് റെക്ടം എക്സെൻട്രിസിറ്റി 3 മാർക്കൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇത്ര ഉള്ളൂ. എയും ബിയും സിയും കൊണ്ടുപോയി നോക്കുക, കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യനിൽ മൈനർ ആക്സിസിൻ്റെ ആൻസറായി. മൈനർ ആക്സിസിൻ്റെ ലെങ്ത് 6 യൂണിറ്റ്സ്. ഇനി ലാക്ടസ് റെക്ടം, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം, അതിൻ്റെ ആൻസർ എത്ര? 2b² / a. എ ബിയും സി ഒക്കെ കിട്ടിയില്ലേ? A is equal to 5, B is equal to 3, C is equal to 4. അപ്പം 2 × 9/5, that is 18/5 ആണ് ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം. ഓക്കെ. അടുത്തത് എക്സെൻട്രിസിറ്റി. it is C/A. Use C it is 4, A it is 5, 4/5. It is less than 1. ഇട്ടോൾഡ് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എപ്പോഴും 1-നേക്കാളും കുറവാണ്. എക്സെൻട്രിസിറ്റി 1 ആകുമ്പോൾ 1-നേക്കാളും കുറവാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത്
ഇമ്പ്രൂവ്മെൻറ്റ് 2022 ഇമ്പ്രൂവ്മെൻറ്റ് 20222 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് എലക്ഷൻ എന്നുള്ളത്. ഇതെങ്ങനെ തന്നെ എന്തൊക്കെയാണ് ഫോഴ്സ് നിങ്ങൾ ഓർക്കേണ്ടത്? ഇതിനകത്ത് ഫോഴ്സ് കണ്ടുപിടിക്കണം, വർട്ടിസസ് കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റാൻ കണ്ടുപിടിക്കണം, എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ തന്നേക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്വേഷൻ എഴുതിയില്ലേ, ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 കാര്യം തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ s square by 25 plus y square by 9 is equal to 1. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ആൻസറായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ത്രൂ ചെയ്യാമോ? അല്ലെങ്കിൽ എളുപ്പം എഴുതാം. എ സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. A5 B3 മേജർ ആക്സിസ് ആദ്യം എഴുതിക്കോണം കേട്ടോ. മേജർ ആക്സിസ് എക്സ് ആക്സിസ്. C it is root of 5 square minus 3 square is equal to 4 എല്ലാം. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b square by a, that is 2 into 9 by 5, it is 18 by 5. Eccentricity എന്താ? eccentricity c by a, it is 4 by 5. Okay, clear ആയില്ലേ? വെർട്ടിസസിൻ്റെയൊക്കെ കോർഡിനേറ്റ് എഴുതിയാ നമ്മൾ ഇല്ലല്ലോ. അപ്പോൾ ഫോഴ്സ് എന്തൊക്കെ? എ ബി സി ആയില്ലേ? ഫോഴ്സ് എന്താ? സി മൈനസ് സി 0 ആൻഡ് സി 0. ദാറ്റ് ഈസ് സി എത്രയാ? -40 ആൻഡ് 40. വെർട്ടിസസ് ആണെങ്കിലോ -A0 and A0, that is -50 and 50. Center ഏതാ? 0 0. മേജർ ആക്സിസ് ഏതാ? എക്സ് ആക്സിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫോസി വെർട്ടിസസ്. Similar question, length of lattice rectum, eccentricity of s square by 36 plus y square by 16 is equal to 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോർമൽ ഫോമിലേക്ക് മാറുമ്പോഴത്തേക്കും s square by 6 square plus y square by 4 square is equal to 1 അല്ലേ? എല്ലാം പെട്ടെന്ന് എഴുതാം. a is equal to 6, b is equal to 4, then c is equal to root of a square minus b square, that is equal to root of 36 minus 16, that is root of 20, that is 2 root 5. ഇതാണ് സി. ഇപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് ഏതാ? മേജർ ആക്സിസ് ഏതാ? ഇത് 6 is here, 6 greater than 4, so മേജർ ആക്സിസ് എക്സ് ആക്സിസ്. ഇപ്പോൾ ഫോർ സിയുടെ കോർഡിനേറ്റ് മൈനസ് C0, 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 that is C minus 250 and 250. Vertices minus A0, A0, that is 60, minus 60 and 60. Okay. Length of lattice rectum എത്രയാ? മൈനസ് ഇല്ല, 2b square by a, that is 2 into b എത്രയാ? 4. 4 square by a, 8 is 6, that is 16, 32 by 6. 16 by 3. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി c by a,
that is 2√2/6, that is √2/3. അടുത്തത് 2021 ഇംപ്രൂവ്മെൻറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. x²/25 + y²/9 = 1. മേജർ ആക്സിസ് എക്സ് ആക്സിസ് A5 B3 C കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് B4. നമ്മൾ നേരത്തെ ചെയ്തു സിമിലർ ക്വസ്റ്റ്യൻ. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 21 മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ എലിപ്സ് വിത്ത് വെർട്ടിസസ് ±50 and foci ±40. ഇത് നമ്മൾ ചെയ്തല്ലേ, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ. ഫോസി അപ്പം വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ഇതിൻ്റെ കോർഡിനേറ്റ്സിൽ നിന്ന് നമുക്ക് എ കിട്ടും E = 5, ഇതിൻ്റെ കോർഡിനേറ്റ്സിൽ നിന്ന് സി കിട്ടും C = 4, B = B² = A² - C², that is 25 - 16 gives 9, so B = 3. Length of lattice rectum 3 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2B²/A, that is 2 × 9/8 is 5, 18/5 അല്ലേ. പിന്നെ എക്സെൻട്രിസിറ്റിയോ, എക്സെൻട്രിസിറ്റി C/A gives C ഇവിടെ നമുക്ക് 4/5. മനസ്സിലായോ? ഇത് മേജർ ആക്സിസ് ഏതാ? എക്സ് ആക്സിസ്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഇനി ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതണം അല്ലേ. ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താ? x²/A² + y²/B² = 1, that is x²/A² എന്ന് പറഞ്ഞാൽ 5² + y²/B² എന്ന് പറഞ്ഞാൽ 3² = 1. ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്.